വന്നു, ഞങ്ങൾ സ്നേഹിച്ചു, ഞങ്ങളെ കണ്ടു, ഞങ്ങളെ വിളിച്ചു. ദൈവത്തിന് വലിയ സ്നേഹം നൽകി ഈ ലോകത്ത് ദിവ്യമായ ശാന്തി, സമാധാനം, സൗഖ്യം നൽകിയതുകൊണ്ടാണ് ഇന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ ദേശത്ത് വന്ന് നിങ്ങളോട് യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. ഞാൻ പ്രധാനമായി പറഞ്ഞ പോലെ ഞങ്ങളുടെ മതത്തിന്റെ വ്യക്താക്കളല്ല, യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനുമല്ല. യേശു ക്രിസ്തു പ്രത്യേക സഭാവിഭവത്തിന്റെ നേതാവായിട്ടല്ല ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. സകല മനുഷ്യർക്കും ശാന്തിയും സമാധാനം നൽകുവാൻ, സന്തോഷം തരുവാൻ വേണ്ടിയാണ് സർവശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയായ യേശു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ആര് അവനെ മനസ്സിലാക്കുന്നു, ആര് അവന്റെ അടുക്കലേക്ക് ചെല്ലുന്നു, ആര് അവന്റെ മുഖത്ത് നോക്കി നിലവിളിക്കുന്നു, അപേക്ഷിക്കുന്നു, കരയുന്നു, അവനെ ആസ്വദിക്കാൻ ദിവ്യമായ ശാന്തി സമാധാനം നൽകുവാൻ ആ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും. അതിന്റെ അനുഭവത്തിലാണ് ഞങ്ങൾ ഏതാനും ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ യെരൂശലേമിനടുത്ത് ബെഥസ്ദ എന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിൽ അനേക രോഗികൾ വന്ന് തമ്പടിച്ച് കിടക്കുക പതിവാണ്. കാഴ്ച നഷ്ടപ്പെട്ട കുരുടായ മനുഷ്യര്, നടക്കാൻ കഴിയാത്ത മൃതരായ മനുഷ്യര്, അംഗവൈകല്യമുള്ളവര്, കുഷ്ഠരോഗികൾ, അങ്ങനെ വിവിധ സമൂഹത്തിൽ തുറകൽപ്പെട്ട അനേക രോഗികൾ ആ കുളക്കരയിൽ വന്ന് കിടക്കുക പതിവാണ്. അവരുടെ വിശ്വാസം ഇടയ്ക്കിടയ്ക്ക് ഒരു ദൂതൻ വരും, ആ കുളം കലക്കും. കുളം കലക്കുമ്പോൾ ആര് കുളത്തിൽ ആദ്യം ഇറങ്ങുന്നുവോ അവർക്ക് സൗഖ്യം കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ അനേകം സൗഖ്യം പ്രാപിച്ചതായിട്ട് അവർ നേരിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കുളക്കരയിൽ 38 വർഷക്കാലമായി സൗഖ്യം കാത്തു കിടക്കുന്ന ഒരു സാധു മനുഷ്യൻ ആ കുളക്കരയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദൂതം അത് കുളക്കരക്കുമ്പോൾ അവന്റെ ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം അവരുടെ കുളത്തിൽ ചാടുവാനും സൗഖ്യം പ്രാപിക്കാനോ കഴിയാതെ നിരാശയോടെ അവൻ ആ കുളക്കരയിൽ കിടക്കുകയാണ്. അനേകം രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടു. എന്നാൽ അവന്റെ നിർഭാഗ്യത്താൽ അവന്റെ സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്രതീക്ഷ കരുതാതെ, പ്രത്യാശ കരുതാതെ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും സൗഖ്യം കിട്ടുന്ന പ്രതീക്ഷയോടെ അവൻ ആ കുളക്കരയിൽ കിടക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ സുപ്രഭാതത്തിൽ പ്രപഞ്ച സിദ്ധാവായ യേശു ക്രിസ്തു ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ഒത്തിരി രോഗികൾ ആ കുളക്കരയിൽ ഉണ്ടെങ്കിലും അവനെ മാത്രം ലക്ഷ്യമാക്കിയ കുളക്കരയിലേക്ക് അവനെ ചെല്ലുകയാണ്. അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉടനെ ആ മനുഷ്യൻ പറയുന്ന മറുപടി വിചിത്രമാണ്. എന്നെ സ്നേഹിപ്പാൻ എനിക്ക് ആരും ഇല്ല, എന്നെ മനസ്സിലാക്കാൻ എനിക്ക് ആരുമില്ല. ദൂതൻ എന്ന കുളം കേൾക്കുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല. ആ സഹതാപം പറഞ്ഞ അവന്റെ വാക്കുകളെ മനസ്സിലാക്കി, അവന്റെ വേദനയും നിരാശയും നെറുപ്പും മനസ്സിലാക്കി, ദുഃഖം മനസ്സിലാക്കി, പ്രപഞ്ച കർത്താവായ യേശു ക്രിസ്തു അവന്റെ അടുക്കിലേക്ക് ചെന്ന് അവനെ മേൽ കലം വെച്ച് അവന് സൗഖ്യം കൊടുത്ത്, നീ നിന്റെ കിടക്കിൽ സമാധാനത്തിൽ പോവുക എന്ന് പറയുന്ന ഒരു സംഭവം വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ കേരളത്തിന് അനേക ജില്ലകൾ യാത്ര ചെയ്ത് വ്യക്തിപരമായിട്ട് അനേകരുമായി സംസാരിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവിടെ എല്ലാം വായന കേൾക്കുന്ന ഒരു പ്രത്യേക, അല്ലെങ്കിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ, രോഗി പറഞ്ഞതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു സംസാര രീതിയാണ്. നിരാശ, ദുഃഖം നിറഞ്ഞ അവരുടെ രോദനമാണ്. എനിക്ക് ആരും ഇല്ല, എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ഉൾക്കൊള്ളുവാൻ ഈ ലോകത്ത് എനിക്ക് ആരുമില്ല നിലവിളിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ